റബ്ബറിന്റെ വിലയിടവ് റബ്ബർ കർഷകരെ ദുരിതത്തിലാക്കുന്നു. വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രാഹരമാക്കുന്നു. 190 മുതൽ 200 രൂപ വരെയാണ് റബ്ബറിന്റെ വിപണിയിലെ വില. 300-ന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂവെന്ന് കർഷകർ പറയുന്നു. റബ്ബറിന്റെ വിലയിടിവ് റബ്ബർ കർഷകരെ തീരാദുരിതത്തിലാക്കുകയാണ്. വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി. 190 മുതൽ 200 രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില. 300-ന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം. പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ്. കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലി ചെലവ് കഴിഞ്ഞാൽ ബാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയുമുണ്ട്. റബ്ബർ തോട്ടങ്ങൾ കാടുകയറിയും റബ്ബർ വെട്ടാതെയും നശിക്കുന്ന സ്ഥിതിയുമുണ്ട്. കൂലിക്ക് ആളെ കിട്ടാനില്ലാത്തതും റബ്ബറിന് വില ഉയരാത്തതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഇതുമൂലം റബ്ബർ തോട്ടം വിട്ട് കർഷകർ മറ്റു കൃഷികളിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു. റബ്ബറിനാണെങ്കിൽ വില കയറുമെന്ന് പറയുന്നുണ്ടോ, അല്ലാതെ ഒരു കാരണവശാലും റബ്ബറിന് വില കയറുന്നില്ല. ഇങ്ങനെ വില താഴ്ന്നു കൊടുക്കൊണ്ടിരിക്കുകയാണ്. ചില വില അനക്കം വരും, അതുപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് വരും. കൃഷിക്കാരനെ സംബന്ധിച്ച് ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു 10-300 രൂപയെങ്കിലും റബ്ബറിന് വില കിട്ടിയെങ്കിലേ റബ്ബർ കൃഷിയും കൊണ്ട് കർഷകന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും റബ്ബർ കൃഷി ഈ രീതി വില താഴ്ന്നു പോവുകയാണെങ്കിൽ എല്ലാവരും തോട്ടം വെട്ടിയിട്ട് അടുത്ത വേറെ എന്തെങ്കിലും കൃഷിയിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടാകണമെന്നും സബ്സിഡി അടക്കം ലഭ്യമാക്കി റബ്ബർ കർഷകരെ പിടിച്ചു നിർത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കൂലിയും പരിചരണ ചെലവും കഴിഞ്ഞാൽ ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കർഷകർ പറയുന്നു. സ്വന്തമായി ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് കൂലിച്ചെലവ് മാത്രം ലഭിക്കുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ കേരളത്തിൽ നിന്നും വരുന്ന ആളുകളിൽ പരിപൂർണമായി റബ്ബർ കൃഷി ഇല്ലാതാകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.